ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് മാസം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാസമാണല്ലേ? കാരണം ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയും നമ്മൾ ഒരുങ്ങുകയായിരുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. നൂറുകണക്കിന് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വിദേശ ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് മഹാത്മാഗാന്ധിയുടെ നേതൃത്വം വഴി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ആർഷഭാരത സംസ്കാരത്തിൽ മഹാഋഷിമാര് പറയുന്നൊരു ശ്ലോകമുണ്ട്: അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്കും സർവേശ്വര ഞങ്ങളെ നയിച്ചാലും. ഒരു ഭൗതിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളരണം എന്നാണ് ഇന്ത്യൻ സംസ്കാരം പോലും നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധി അമ്മയുടെ തിരുനാൾ ദിവസത്തിൽ നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ പരിശുദ്ധി അമ്മയും നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടക്കണമെന്നുള്ളതാണ്. അതാണ് ഈശോ വഴി പരിശുദ്ധ അമ്മയിലൂടെ നമുക്കത് ലഭിക്കുന്നത്. ഈ സ്വർഗാരോപണ തിരുനാളിൽ നമുക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഈ സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിൽ ചെറിയ സംശയങ്ങളുണ്ടല്ലേ? എന്താ ഈ സ്വർഗാരോഹണം? സ്വന്തം ശക്തിയാൽ ഉയർത്തപ്പെടുന്നതാണ് സ്വർഗാരോഹണം. ഈശോ സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ മറ്റൊരു ശക്തിയാൽ ഉയർത്തപ്പെടുന്നതാണ്, എടുക്കപ്പെടുന്നതാണ് സ്വർഗാരോപണം. പരിശുദ്ധി അമ്മ ദൈവത്തിന്റെ ശക്തിയാൽ എടുക്കപ്പെട്ടു. സ്വർഗാരോപണം. ഈ സ്വർഗാരോപണം എന്ന് പറയുമ്പോൾ പരിശുദ്ധി അമ്മയുടെ 4 കാര്യങ്ങളാണ് സഭ വ്യക്തിപരമായിട്ട് വിശ്വാസ സത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത്, പരിശുദ്ധമ്മ ദൈവമാതാവാണ്. 2, പരിശുദ്ധമ്മ നിത്യകന്യകയാണ്. 3, പരിശുദ്ധമ്മ അമലോത്ഭവയാണ്. 4, പരിശുദ്ധമ്മ സ്വർഗാരോപിതയാണ്. 1950 12-ാം പിയൂസ് മാർപ്പാപ്പ മുനിഫിസെന്റേസിമോസ് ദേവൂസ് എന്ന അർത്ഥം വരുന്ന പരമകാരുണ്യവാനായ ദൈവം എന്ന തിരുവെഴുത്തിലൂടെ പരിശുദ്ധമ്മ സ്വർഗാരോപിതയാണ് എന്ന സത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയതല്ല. സഭയുടെ ആദിമ കാലഘട്ടം മുതലേ പരിശുദ്ധി അമ്മയുടെ പ്രാധാന്യത്തെ സഭാമക്കൾ വിശ്വസിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നിരുന്നുവെന്ന് സഭയുടെ പാരമ്പര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാൾ ദിവസം നമുക്കും ചിന്തിക്കാം, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് ഈ പരിശുദ്ധി അമ്മ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപെടാറുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലുന്നതും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയാണല്ലോ. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇതിന് മാത്രം ആവർത്തിക്കുന്നത്? ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. കാരണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഇത് ആര് പറഞ്ഞതാ? ഇത് ദൈവം തന്നെ പറഞ്ഞതാണ്. ഈ പറഞ്ഞ വചനം പരിശുദ്ധമ്മയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഈശോ ഭൂജാതനായി. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോൾ പരിശുദ്ധമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയവും ദൈവം ജനിക്കുവാൻ മാത്രമുള്ള ഒരുക്കത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധമ്മ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണെന്നും സക്രാരിയാണെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതവും മറ്റൊരു സക്രാരിയായി സ്വർഗത്തിലേക്കുള്ള മറ്റുള്ളവർക്കുള്ള പാതയൊക്കെ ആയിട്ട് മാറ്റപ്പെടേണ്ടതുണ്ട്. ഈ സ്വർഗാരോപണ തിരുനാളിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം പരിശുദ്ധമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സമൂഹ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം ഇനി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്? മറ്റുള്ളവരെ എത്രമാത്രം വിലമതിക്കേണ്ടതുണ്ട്? മറ്റുള്ളവരെയും നമ്മൾ ദൈവമായിട്ട് കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടൊപ്പം ഞാനും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറ്റപ്പെടുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാനായിട്ട് കാരണമാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് പരിശുദ്ധി അമ്മ വഴി നമുക്കും ഈശോയിലേക്ക് നോക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.